Hello students, welcome back. It's Lakshmi's Learning app. Welcome back students. Let's keep learning. So നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ് 5ന്റെ ചാപ്റ്റർ 2 ഷേപ്സ് ആൻഡ് ആംഗിൾസ് ആണ് ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ. സോ മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. So once again all of you welcome back to my class. So let's begin. ഞാൻ 6th ഒക്കെ ബോർഡിലാണ് ചെയ്യുന്നത്. 6th 7th 8th 9th 10th അങ്ങനെ വരുന്നതിൽ ഞാൻ ബോർഡിലാണ് ചെയ്യുന്നത്. സോ അപ് ടു 5 ഞാൻ ചെയ്യുന്നത് ഡിജിറ്റൽ ബോർഡ്സിലാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും ചോദിക്കണം. ഞാൻ റിപ്ലൈ തരും, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ റിപ്ലൈ തരും. സോ മൂവിങ് ഓൺ ടു ഇറ്റ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദിസ് ചാപ്റ്റർ യു ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഓപ്പൺ ഷേപ്പ് ആൻഡ് ക്ലോസ് ഷേപ്പ്, പോളിഗൺ ആൻഡ് ആംഗിൾസ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തിനെയൊക്കെ കുറിച്ചാണ് പഠിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ സ്റ്റഡിയിങ് അബൌട്ട് ദ ഓപ്പൺ ഷേപ്പ്, ക്ലോസ്ഡ് ഷേപ്പ്, പോളിഗൺ ആൻഡ് ആംഗിൾസ്. ഓക്കെ, ഇതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ്, what do you mean by an open shape and closed shape? ക്ലോസ്ഡ് ഷേപ്പ് എന്ന് പറഞ്ഞാലും ഓപ്പൺ ഷേപ്പ് എന്ന് പറഞ്ഞാലും എന്താണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്പൺ ഷേപ്പ് എന്താണെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. ആൻ ഓപ്പൺ ഷേപ്പ് ഡസ് നോട്ട് സ്റ്റാർട്ട് ആൻഡ് എൻഡ് അറ്റ് ദ സെയിം പോയിന്റ്. ഒരു ഓപ്പൺ ഷേപ്പ് ഒരിക്കലും ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്യില്ല. ഞാനാണ് ഈ ഒരു ഓപ്പൺ ഷേപ്പ് വരച്ചിരിക്കുന്നത്. സോ അത് ഒരേ പോയിന്റിൽ തന്നെയാണ് സ്റ്റാർട്ടും എൻഡ് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിച്ചത്, ഇവിടെ തന്നെ ഒന്നും അവസാനിച്ചില്ല. നേരെ മറിച്ച് ക്ലോസ്ഡ് ഷേപ്പ് ആണെങ്കിൽ ക്ലോസ്ഡ് ഷേപ്പ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ് അറ്റ് ദ സെയിം പോയിന്റ്. ഇപ്പം ഇങ്ങനെയാണ് ഞാനൊരു ക്ലോസ്ഡ് ഷേപ്പ് വരയ്ക്കുന്നതെങ്കിൽ I will draw it now. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഷേപ്പ് വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിളാണ് കേട്ടോ വരയ്ക്കുന്നത്. സോ അത് വരയ്ക്കുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്തതും ഒരേ ഒരു പോയിന്റിൽ തന്നെയാണ്. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് അറ്റ് ദ സെയിം പോയിന്റ്. അതിനെയാണ് ഈ ക്ലോസ്ഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഓപ്പൺ ഷേപ്പിനെ കുറിച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. സോ ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് തന്നെയല്ല എൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെയാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ആൻഡ് എൻഡ് ഹിയർ. ഇവിടെയായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ, ഇവിടെയാണ് അത് എൻഡിങ് പൊസിഷൻ ആയത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ക്ലോസ്ഡ് ഷേപ്പ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഓപ്പൺ ഷേപ്പ്. ഇത് ക്ലോസ്ഡ് ഷേപ്പ് അല്ല, കാരണം ഇവിടെ ഒരു ലൈൻ ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് ഷേപ്പ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇവിടെയാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഓപ്പൺ ഷേപ്പ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇറ്റ് ഈസ് എ ഓപ്പൺ ഷേപ്പ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പേജ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലോസ്ഡ് ഷേപ്പിൻ്റെ ഓരോ എക്സാമ്പിൾ നോക്കാം. യു ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് എക്സാമ്പിൾ. ഇവിടെ ഞാൻ നിൽക്കുന്നത് സർക്കിളാണ് ക്ലോസ്ഡ് ഷേപ്പിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളായിട്ട്. സെക്കൻഡ് എക്സാമ്പിൾ ട്രയാങ്കിൾ ആണ്. സർക്കിൾ ആൻഡ് ട്രയാങ്കിൾ. ഈ സർക്കിൾ ഇപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഞാൻ ഇങ്ങനെ വരച്ച് ഇവിടെ തന്നെ നിൽക്കും. സോ എന്താവും? ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഷേപ്പ്. ഒരേ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതേ സ്ഥലത്ത് നിന്ന് എൻഡ് ചെയ്തു. നെക്സ്റ്റ് നിന്ന് ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ദേ ഇങ്ങനെ വരയ്ക്കുക. ഞാൻ ഒരേ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരേ പൊസിഷനിൽ ചെന്ന് വന്ന് എൻഡ് ചെയ്തു. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഓപ്പൺ ആൻഡ് ക്ലോസ് ഷേപ്പിൻ്റെ കാര്യം പറയാനായിട്ട്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു പോളിഗൺ. നമ്മൾ പോളിഗണിൽ എന്താണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിഗൺ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എ പോളിഗൺ ഇസ് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി ലൈൻ സെഗ്മെൻറ്റ്. ലൈൻ സെഗ്മെൻറ്റുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആയിരിക്കും പോളിഗൺ. ഈ സിമ്പിൾ ക്ലോസ്ഡിൻ്റെ അർത്ഥം എന്താണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. സിമ്പിൾ ക്ലോസ്ഡിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി ക്ലോസ് ചെയ്യാത്ത അല്ലെങ്കിൽ ക്രോസ് ചെയ്യാത്ത. ഇപ്പം ഇങ്ങനൊരു ഫിഗർ തന്നു കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഫിഗർ വന്നിട്ട് നിങ്ങളോടേക്ക് ഇത് പോളിഗൺ ആണോ? ഇത് ലൈൻ സെഗ്മെന്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഐ വിൽ ഷോ ഇറ്റ് ഹിയർ. ഞാനിപ്പോൾ ഇങ്ങനൊരു ഫിഗറാണ് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടുന്ന് ഒരു ലൈൻ വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു, ഇവിടുന്നും ലൈൻ വരച്ചു, നെക്സ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു. സോ ഇത് നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് ഒരു പോളിഗൺ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഈസ് ഇറ്റ് എ പോളിഗൺ ഓർ നോട്ട്? നോ, ഇറ്റ്സ് നോട്ട് എ പോളിഗൺ. കാരണം ഇത് ഇതുമായിട്ട് തന്നെ വന്ന് ക്രോസ് ചെയ്യുന്നു. ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇത് സ്വന്തമായി ക്രോസ് ചെയ്യുകയാണ്. ഓക്കെ, സ്വന്തമായി ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ട്രയാങ്കിളോ സ്ക്വയറോ റെക്ടാങ്കിളോ പെൻഡഗൺ ഹെക്സഗൺ അങ്ങനെയുള്ള എന്തെടുത്താലും അത് സ്വന്തമായി ക്ലോസ് ചെയ്യുന്നത്. സോ പോളിഗണിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഒരു റെക്ടാങ്കിൾ. അത് ക്രോസ് ചെയ്യത്തേ ഇല്ല. ഇനി നമ്മുടെ നെക്സ്റ്റ് അതുമായിട്ട് ചേർന്നിട്ടുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ഗീവ്സ് എ പോളിഗൺ ഇറ്റ്സ് നെയിം. ഒരു പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് ആണ് അതിൻ്റെ പേര് അതിന് നൽകുന്നത്. ഇതിപ്പോൾ 1 2 3 സൈഡ്സ് ഉണ്ട്. സോ 3 സൈഡ്സ് ഉള്ള പോളിഗൺ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? The polygon having 3 sides is a triangle. The polygon having 3 sides is a triangle. So നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, the 3-sided polygon is called triangle. So ഞാൻ ഇവിടെ ഒരു പോളിഗൺ നമ്പർ ഓഫ് സൈഡ്സ് നമ്പർ ചാർട്ട്, പോളിഗൺ നെയിം ആൻഡ് നമ്പർ ഓഫ് സൈഡ്സ് ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്പർ ഓഫ് സൈഡ്സ്, ഒരു പോളിഗണിനുള്ള നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 3 സൈഡുള്ള ഒരു പോളിഗണിനെ എന്ത് വിളിക്കാം നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് മീൻ ബൈ ട്രയാങ്കിൾ. 4 സൈഡുള്ള പോളിഗൺ എന്ത് വിളിക്കും? ക്വാഡ്രിലാറ്ററൽ. 5 സൈഡുള്ളതിനെ പെൻറ്റഗൺ. 6 സൈഡുള്ളതിനെ ഹെക്സഗൺ. 7 സൈഡുള്ളതിനെ ഹെപ്റ്റഗൺ. 8 സൈഡുള്ളതിനെ ഒക്ടഗൺ. 9 സൈഡുള്ളതിനെ എന്ത് വിളിക്കാം? what will you call? 9 സൈഡുള്ളതിനെ നോണഗൺ. with 10 sides decagon. So these are the ones. Once again we will revise. With 3 sides triangle, 4 sides quadrilateral, 5 sides pentagon, 6 sides hexagon, 7 sides heptagon, 8 sides octagon, 9 sides nonagon, 10 sides decagon. സോ ഇതാണ് നമ്മുടെ പോളിഗൺ ചാർട്ട്. ഈ ഒരു ചാർട്ട് റിമെമ്പർ ചെയ്താൽ നമുക്ക് ഏത് പോളിഗണിന് എത്ര സൈഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പോളിഗൺസിൻ്റെ നെയിംസും ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് the triangle is the smallest polygon. So here the triangle is the smallest polygon having the latest number of sides. The triangle is the smallest polygon having the latest number of sides. Okay, next is നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് റൗണ്ട് ആണ് ഇപ്പോൾ ഈ വരുന്നത്. സോ യുവർ ക്വസ്റ്റ്യൻ റൗണ്ട് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ ക്വസ്റ്റ്യൻ റൗണ്ട്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ റൗണ്ട് നമ്പർ 1. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹിയർ. ഈസ് ദിസ് എ പോളിഗൺ? വൈ ഓർ വൈ നോട്ട്? ഇതൊരു പോളിഗൺ ആണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? അല്ലെങ്കിൽ എന്തുകൊണ്ട്? യു വാണ്ട് ടു ഗീവ് ദ റീസൺ. വൈ or why not? ആണെങ്കിലും റീസൺ എഴുതണം, അല്ലെങ്കിലും റീസൺ എഴുതണം. ഓക്കെ ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഹൗ ക്യാൻ വി റൈറ്റ് ദ റീസൺ ഫോർ ഇറ്റ്? എങ്ങനെ നമുക്ക് അതിനുള്ള റീസൺ എഴുതാൻ നോക്കാം. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ എഴുതുമ്പോഴത്തേക്കും. സോ ദ ആൻസർ ഇസ് no, it's not a polygon because it is not closed curve. Okay, ഇത് polygon അല്ല. എന്തുകൊണ്ട്? It is not a closed curve. It is not a closed curve, but it is made up of line segments, but it is not a closed curve. ഇത് ലൈൻ സെഗ്മെന്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ലൈൻ സെഗ്മെന്റ്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ഒരു ക്ലോസ്ഡ് കർവ് അല്ല, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ.
നിങ്ങളുടെ ക്വസ്റ്റ്യൻ റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഈസ് ദിസ് എ പോളിഗൺ, വൈ ഓർ വൈ നോട്ട്? സോ ക്വസ്റ്റ്യൻ റൗണ്ട് നമ്പർ 1 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണത്. സോ ഈസ് ദിസ് എ പോളിഗൺ, വൈ ഓർ വൈ നോട്ട്? റീസൺ ആണ് എഴുതേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ റീസൺ എഴുതണം. സോ നിങ്ങൾക്കിത് പോളിഗൺ ആണെന്ന് തോന്നുന്നുണ്ടോ? നോ, ഇത് പോളിഗൺ അല്ല. സോ വി ക്യാൻ ലുക്ക് അറ്റ് ദ റീസൺ വൈ ഇറ്റ് ഈസ്. So the answer is it is not a polygon but it is a closed curve. ഇതൊരു പോളിഗൺ അല്ല, പക്ഷേ അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗർ ആണ്, ക്ലോസ്ഡ് കർവ് ആണ്. That is not a polygon because it is not made up of line segments. അത് പോളിഗൺ അല്ല. എന്തുകൊണ്ട്? അത് ലൈനുകൾ കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഫിക്സഡ് ലെങ്ത് ഉള്ള ലൈനുകൾ കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. സോ അതൊരു പോളിഗൺ അല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ പോളിഗണിൻ്റെ കാര്യത്തിലോ നമ്പർ ചാർട്ട്സിൻ്റെ കാര്യത്തിലോ ഇല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിന്ന് എന്തെങ്കിലും ഒരു ഡൗട്ട് ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യാൻ വന്നാൽ യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. ഓക്കെ, സോ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദിസ് എ പോളിഗൺ, വൈ ഓർ വൈ നോട്ട്? ഈ ഒരു ക്വസ്റ്റ്യന് യു വാണ്ട് ടു ആൻസർ യുവർ സെൽഫ്. ആഫ്റ്റർ ദാറ്റ് only you want to write the reason also. Okay, after that only I will be viewing it. I will give you 5 seconds for finding the answer. Round number 1, question number 3. Okay, I will give you 5 seconds. 1, 2, 3, 4, 5. Time up. So we can look at the reason why it is not a polygon. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ ഒരു റീസൺ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നേരത്തെ ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചവർക്ക് എന്തായാലും റീസൺ പിടികിട്ടി കാണും. 5 സെക്കൻഡ് അല്ല 2 സെക്കൻഡിനുള്ളിൽ തന്നെ അവർ അവരുടെ റീസൺ കണ്ടുപിടിച്ചാണ്. നോ, ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ബിക്കോസ് ഇറ്റ് ക്രോസ് ഇറ്റ് സെൽഫ്. അത് സ്വന്തമായി ക്രോസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് അല്ലാതെ. സോ ഇറ്റ് ക്രോസ് ഇറ്റ് സെൽഫ് ലൈക്ക് ദിസ് അല്ലേ? ആ ഒരു ഫിഗർ ഒന്നും ശ്രദ്ധിച്ചില്ലായിരുന്നോ? സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോട്ട് എ പോളിഗൺ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇനി നമുക്ക് റേ എന്താന്ന് പഠിക്കാം. റേ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എ റേ ഈസ് എ പോർഷൻ ഓഫ് എ ലൈൻ സ്റ്റാർട്ടിങ് അറ്റ് എ പോയിന്റ് ആൻഡ് ഗോയിങ് ഇൻ വൺ ഡയറക്ഷൻ എൻഡ്ലെസ്ലി. ഒരു റേ എന്ന് പറയുന്നത് ഒരു ലൈനിന്റെ പോർഷൻ ആണ്. ഒരു റേ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് എ റേ? എ റേ ഈസ് എ പോർഷൻ ഓഫ് എ ലൈൻ. ഒരു ലൈനിന്റെ തന്നെ പോർഷൻ ആണ് റേ. സ്റ്റാർട്ടിങ് അറ്റ് എ പോയിന്റ്, അതൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഗോയിങ് ഇൻ വൺ ഡയറക്ഷൻ എൻഡ്ലെസ്ലി, ഒരു ഡയറക്ഷനിലോട്ട് മാത്രം. എൻഡ്ലെസ്ലി എന്ന് വെച്ചാൽ എന്താണ്? അവസാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും which have a starting point but going in one direction endlessly. ഒരു ദിശയിലേക്ക് മാത്രം അവസാനമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, so this is the figure of a ray. Okay, so you can draw this figure and practice what is a ray. ഇതാണ് ray. Okay, so moving on to, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗിൾ എന്താണെന്നാണ്. ഒരു ആംഗിൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഞാൻ ആംഗിൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 2 rays സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ എൻഡ് പോയിന്റ്. ഒരു ആംഗിൾ 2 രേഖകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, വിച്ച് സ്റ്റാർട്ട് ഫ്രം എ കോമൺ എൻഡ് പോയിന്റ്. ഒരു ആംഗിൾ നിർമ്മിച്ചിരിക്കുന്നത് 2 തരം രേഖകൾ കൊണ്ടാണ്. അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റ്. പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പോയിന്റ് ഇല്ലേ, ഒരു ഫുൾ സ്റ്റോപ്പ് പോലുള്ള ആ ഒരു പോയിന്റിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ റേസ് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 റേസ് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു സംഭവം എന്താണ്? ആംഗിൾ. ഓക്കെ, ഡിഡ് യു ഗോട്ട് ചിൽഡ്രൻ? ഞാൻ ആംഗിൾ വരയ്ക്കാനാണെങ്കിൽ ഫസ്റ്റ് ഐ വിൽ പുട്ട് എ ഡോട്ട് ഹിയർ. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ഡ്രോ 2 lines. This is like an angle. Okay, did you got it? സോ ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ this is like
ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ആംഗിൾസിലോട്ടാണ്. ടൈപ്സ് ഓഫ് ആംഗിളിലോട്ടാണ് നമ്മൾ ഇന്ന് മൂവ് ചെയ്യാൻ പോകുന്നത്. So right angle, the first kind of angle that we are seeing here is right angle. Right angle എന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രി ആണ്. വാട്ട് 90 ഡിഗ്രീസ്. പ്രൊട്രാക്ടർ കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാമെന്ന് അറിയായിരിക്കും. That is so simple. പ്രൊട്രാക്ടർ കൊണ്ട് എങ്ങനെ വരയ്ക്കാമെന്ന് I will be showing you. So students, ഞാനിപ്പം ഒരു ഡിജിറ്റൽ ബോർഡിലാണ് നിൽക്കുന്നത്. സോ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് 90 ഡിഗ്രി വരയ്ക്കുന്നതെന്ന്. എനിക്കിപ്പോൾ ഒരു പ്രൊട്രാക്ടർ ഉണ്ട്. സോ ഐ വിൽ ഷോ യു ഹൗ ടു ഡ്രോ ഇറ്റ്. സോ ഞാൻ ഈ ഒരു ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ പ്രൊട്രാക്ടറിൻ്റെ ബേസിൽ നിന്ന് പെൻസിൽ സ്റ്റാർട്ട് ചെയ്യുക. സോ ഐ സ്റ്റാർട്ട് ഫ്രം ദ ബേസ്. സോ ഇനി നേരെ 90 ഡിഗ്രിയിലോട്ട് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇറ്റ് ഈസ് എൻഡ്ലെസ്ലി ഗ്രോയിങ്. 2 റേ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. സോ പുട്ട് ആരോ, then write as, sorry, 90 ഡിഗ്രി. ഇനി നമുക്ക് പ്രൊട്രാക്ടർ മാറ്റാം. സോ ഹിയർ യു ഗോട്ട് എ 90 ഡിഗ്രി. once again measure it. It is 90 degree or not? Yes, it's 90 degree. സോ ഇത്രയേ ഉള്ളൂ എങ്ങനെയാണ് പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എല്ലാം. ഇപ്പം നിങ്ങൾക്ക് if you want to draw if any other ones that like, ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് ഏത് ഒരു ആംഗിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 degrees or okay, just choose, we can just choose 85 degrees. So എന്ത് ചെയ്യണം? want to start from here. ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സോ അത് കഴിഞ്ഞിട്ട് ആരോ ഇടാനുള്ള സമയമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു ഇതിട്ടിട്ട്, sorry for the inconvenience. So here 85 degrees. സോ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എല്ലാ ഡിഗ്രീസും വരയ്ക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ചാപ്റ്ററിലേക്ക് വീണ്ടും കിടക്കാം. സോ ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് ആംഗിൾസ്, റൈറ്റ് ആംഗിൾ എങ്ങനെ വരയ്ക്കാമെന്ന് കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്രൊട്രാക്ടർ ഉണ്ടായിരുന്നു. ആ പ്രൊട്രാക്ടറിന് 95 ഡിഗ്രീസ് വെച്ചിട്ടുണ്ട്. എന്നൊരു അക്യൂട്ട് ആംഗിൾ ആണ്. കാരണം ആംഗിൾ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രീസ്. സോ 90 ഡിഗ്രിക്ക് താഴെ ഡിഗ്രികൾ വരുന്നത്, അതായത് 85, 15, 20, 25, 30, 35, 40, 45, 50, 60, 70, 80. ഇതെല്ലാം അക്യൂട്ട് ആംഗിൾസ് ആണ്. അക്യൂട്ട് ആംഗിൾസ്. ഓക്കെ, ദീസ് ഓൾ ആർ acute angles. Did you got it? Acute angle എന്ന് പറഞ്ഞാൽ angle who is less than 90 degree. 90 ഡിഗ്രിക്ക് താഴെയുള്ള ഒരു ആംഗിളിനെയാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. That is the angle that is less than 90 degree is called acute angle. ഇതാണ് ഒരു acute angle. അക്യൂട്ട് ആംഗിൾ എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും ഇങ്ങോട്ടായിരിക്കുന്നത്. യു ക്യാൻ ചെക്ക് ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് വെൻ ഇറ്റ് ഈസ് ഇൻ അക്യൂട്ട് ആംഗിൾ. നമുക്ക് ഒപ്റ്റിക്കൽ ആംഗിൾ എന്താണെന്ന് നോക്കാം. an angle more than a right angle. an angle more than a right angle. right angle എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ 100 degrees, 110 degrees, 105 degrees, 111 degrees, 120, 150,
100 എത്ര വേണമെങ്കിലും 180ക്കും 90യുടെ ഇടയ്ക്കുള്ളതാണ് ഈ obtuse angles. The angle between 90 degree and 180 degree is obtuse angle. Acute angle എന്താണ് 0 degree and 90 degree. Got it? ഇങ്ങനെ ഒരു പൊസിഷനിലായിരിക്കും എപ്പോഴും obtuse angles ഉണ്ടാവുക. So I think you got the concept. Next going to angle and time. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആംഗിൾ ആൻഡ് ടൈമാണ്. ടൈമും ആംഗിളും തമ്മിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് വിച്ച് മേക്ക് എ റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ ഒരു ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ദാറ്റ് ഫോം എ റൈറ്റ് ആംഗിളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ക്ലോക്കിൻ്റെ സൂചികൾ അത് റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നത് കാണാം. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഫോം എ റൈറ്റ് ആംഗിൾ. ഈ ഒരു ആംഗിളിനെ നമ്മൾ നേരെ തരതിരിച്ച് വെക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? വി വിൽ ഗോട്ട് ലൈക്ക് ദിസ്. So it is a right angle, straight. Okay. Next is hands of a clock which make a acute angle. Acute angle ഒരു ക്ലോക്കിൻ്റെ 2 AM or PM you can write 2 AM or PM. അത് ഫോം ചെയ്യുന്ന എന്താണ്? an acute angle of a clock. acute angle ആണ്. acute angle എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിക്ക് 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്ക് നിൽക്കുന്ന ആംഗിളാണ് ഈ അക്യൂട്ട് ആംഗിൾ. സോ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് വിച്ച് മേക്ക് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ഫോം ചെയ്യുന്ന ഒരു ക്ലോക്കിൻ്റെ ഹാൻഡ്സ് ആണ്. ദാറ്റ് ഈസ് 8 AM or PM യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഒബ്റ്റ്യൂസ് ആംഗിൾ യു ക്യാൻ സീ ഹിയർ. ഓക്കെ. The angle that is between 90 degree and 180 degree. So I think you got the concept of angle and time. Then there are some definitions. കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ഡിഗ്രി എന്താണെന്നാണ്. ഡിഗ്രി ഇസ് ദ യൂണിറ്റ് മെഷർ ഓഫ് ആൻ ആംഗിൾ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ 0. ഡിഗ്രി എന്ന് പറയുന്നത് 0 അല്ല കേട്ടോ. ഇത് 0 എന്നല്ല. ജസ്റ്റ് റീഡ് ലൈക്ക് ദാറ്റ്. ഈ 90 ഡിഗ്രീസ് നമ്മൾ ഇങ്ങനെ ഇടും. 0 കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്മോൾ 0 ഇസ് ദർ. ഓക്കെ. ഡിഗ്രി സൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ ദാറ്റ്സ് വൈ ഐ ജസ്റ്റ് പുട്ട് ദിസ് വൺ. ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ആംഗിളിൻ്റെ യൂണിറ്റ് മെഷർമെൻ്റ് ആണ്. ആ യൂണിറ്റ് മെഷർമെൻറ്റ് എവിടെ ചെന്നാലും മാറില്ല. ആ ആംഗിളിൻ്റെ യൂണിറ്റ് ആണത്. ഓക്കെ. ഇറ്റ് ഈസ് 90 ഡിഗ്രി. നിങ്ങൾ ഈ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും അതൊരു 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ. സോ നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻ ആംഗിൾ ഹൂസ് മെഷർ ഇസ് 90 ഡിഗ്രി ഈസ് കോൾഡ് എ റൈറ്റ് ആംഗിൾ. ഒരു ആംഗിളിൻ്റെ മെഷർമെൻറ്റ് 90 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുക്കുമ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ഈസ് ദ അക്യൂട്ട് ആംഗിൾ. Acute angle, an angle whose measure is between 0 and 90 degree is called an acute angle. 0 ഡിഗ്രിക്ക് ഇടയ്ക്കും 90 ഡിഗ്രിയുടെ ഇടയ്ക്കും നിൽക്കുന്ന ആംഗിളിനെയാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 15 degrees, 45 degrees, 89 degrees. Okay, you can say any degrees that is below 90. Next is the obtuse angle. Obtuse angle, an angle whose measure is between 90 degree and 180 degree is called a obtuse angle. ഒരു ആംഗിളിൻ്റെ മെഷർ 90 ഡിഗ്രിക്ക് ഇടയിൽ 90 ഡിഗ്രിയുടെയും 180 ഡിഗ്രിയുടെയും ഇടയിലാണെങ്കിൽ ആ ആംഗിളിനെ എന്ത് വിളിക്കും? ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വിളിക്കും. 91 ഡിഗ്രി, 105 ഡിഗ്രി, 175 ഡിഗ്രി, ഇതൊക്കെയാണ് ഒബ്റ്റ്യൂസ് ആംഗിൾസ്. ഇനി സ്ട്രെയിറ്റ് ആംഗിൾ ആണ്. സ്ട്രെയിറ്റ് ആംഗിൾ എന്താണ്? an angle whose measure is 180 degree is called a straight angle. അപ്പം 180 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? അതൊരിക്കലും റൈറ്റ് ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആവുന്നില്ല. 180 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ആംഗിളാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ആംഗിളാണ്. ഓക്കെ. ഇനി നമുക്ക് റിഫ്ലക്സ് ആംഗിൾ എന്താണെന്ന് നോക്കാം. എന്താണ് ഒരു റിഫ്ലക്സ് ആംഗിൾ? ആൻ ആംഗിൾ ഹൂസ് മെഷേഴ്സ് ബിറ്റ്വീൻ 180 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി.
360 ഡിഗ്രി എന്ന് പറയുന്നൊരു ഫുൾ സർക്കിളാണ്. അതിൻ്റെ ഇത്രയും ഭാഗമാണ് നമ്മുടെ 180 ഡിഗ്രീസ്. 4 ആയിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. സോ ഇവിടെ 90 ഡിഗ്രീസ് ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇവിടെ 180 ആവും. ഇവിടെ അത് 270 ആവും. ഇവിടെ അതെന്താവും 360 ഡിഗ്രീസ്. സോ ദ ഫുൾ സർക്കിൾ. പ്രൊട്രാക്ടർ എന്നത് ഹാഫ് ഓഫ് എ സർക്കിൾ ആണ്. ഒരു ഫുൾ സർക്കിളിനെയാണ് എന്ത് വിളിക്കുന്നത്? 360 ഡിഗ്രീസ്. അപ്പോൾ ഈ റിഫ്ലെക്സ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് ബിറ്റ്വീൻ 180 ആൻഡ് 360 ഡിഗ്രീസ് കോൾഡ് എ റിഫ്ലെക്സ് ആംഗിൾ. ഒരു ആംഗിളിൻ്റെ മെഷർമെൻറ്റ് 180 ഡിഗ്രിക്കും 360 ഡിഗ്രിക്കും ഇടയിലാണെങ്കിൽ ആ ആംഗിളിൻ്റെ പേരെന്താണ്? ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് റിഫ്ലെക്സ് ആംഗിൾ. സോ ഇനി നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ് ആണ്, നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് ആണ് ഞാനിപ്പോൾ തന്നത്. സോ ദ ആക്ടിവിറ്റി ഫോർ യു ഇസ് ഹാഫ് ഓഫ് എ റൈറ്റ് ആംഗിൾ. ഹാഫ് ഓഫ് റൈറ്റ് ആംഗിൾ എന്താണെന്നാണ്? യെസ്, ദാറ്റ് ഈസ് 45 ഡിഗ്രീസ്. 1/3 of right angle is 30 degree. You want to divide. നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കണ്ടേ? 90 divided by which number? 2 to find half. So what is 90 divided by 2? 90 here and 2 here. That is 4 into 2, 8 minus 1, 0, 5. So 45. Okay. Next number to find 1/3. To find 1/3, 90 divided by 3. That is 90. 3 3s are 9 minus 0. So you want to put this 0 up in the upper part. So that is 30 degree. Then 2 times of a right angle is, you want to multiply 90 into 2. That is 0, 18. So 180 degrees. Okay, did you got it, children? So ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഐ എം ഗിവിങ് ഇറ്റ് യു. ഞാൻ കാണിച്ചു തന്നു, ഇപ്പം തന്നെ കാണിച്ചു തന്നു. ഈ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ ഞാൻ കാണിച്ചു തന്നു ഹൗ ടു ഡ്രോ വിത്ത് എ പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ കൊണ്ട് എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തന്നു. പ്രൊട്രാക്ടർ എന്താണ് സംഭവം? നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലൊക്കെ കാണുന്ന ആ ഒരു സംഭവം തന്നെയാണ് പ്രൊട്രാക്ടർ. ഹാഫ് ഓഫ് എ സർക്കിൾ. അതിൽ മെഷർമെൻറ്റ്സ് കൃത്യമായിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 മെഷർമെൻറ്റ്സ് തന്നിരിക്കുന്നത്. നിങ്ങൾ ആ റഫ് ബുക്ക് എടുത്തൊന്ന് വരച്ച് നോക്കിക്കേ. ഐ വിൽ ബി പോസ്റ്റിംഗ് ദ ആൻസേഴ്സ് ഓഫ് ദിസ് ആക്ടിവിറ്റി ഇൻ ദ എൻഡ് ഓഫ് ദ വീഡിയോ. So thank you, students.